വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥയ്ക്ക് പാലക്കാട് ജില്ലയിൽ ആവേശോജ്വലമായ സ്വീകരണം. ജില്ലാ അതിർത്തിയായ പുലാമന്തോൾ പാലത്തിന് സമീപത്തു നിന്നും ജാഥയെ നേതാക്കൾ സ്വീകരിച്ചു. വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ പതാക ജാഥ തിങ്കളാഴ്ചയാണ് പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചത്. ആവേശോജ്വലമായ സ്വീകരണമാണ് ജില്ലയിൽ ലഭിച്ചത്. M സ്വരാജ് ജാഥ ക്യാപ്റ്റനായ പതാക ജാഥയെ ഉച്ചയ്ക്ക് 1:30 മണിയോടെ പുലാമന്തോൾ പാലത്തിന് പരിസരത്ത് പാർട്ടി ജില്ലാ ഏരിയ നേതാക്കൾ സ്വീകരിച്ചു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണം. പാർട്ടി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു M സ്വരാജിനെ ഷോൾ അണിയിച്ചു. NN കൃഷ്ണദാസ്, TK നാരായണദാസ്, സുബൈദ ഇസ്ഹാഖ്, T ഗോപാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളും സന്നിഹിതരായിരുന്നു. തുടർന്ന് ജില്ലയിലെ ആദ്യ സ്വീകരണ യോഗം കൊപ്പം ടൗണിൽ നടന്നു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ നേതാക്കൾ ജാഥയെ വരവേറ്റു. യോഗത്തിൽ M സ്വരാജ്, വത്സൻ പനോളി, അനുശ്രീ എന്നിവരെ നേതാക്കൾ ഷോൾ അണിയിച്ചു. കേരളത്തിലെ ജനങ്ങൾ CPM സംസ്ഥാന സമ്മേളനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് M സ്വരാജ് പറഞ്ഞു. സമ്മേളനത്തിൽ പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുക, നവകേരളത്തിന്റെ രൂപരേഖ ചർച്ച ചെയ്യുമെന്നും M സ്വരാജ് പറഞ്ഞു. CPIMന്റെ സംസ്ഥാന സമ്മേളനം പാർട്ടി മെമ്പർമാരെയും അനുഭാവികളെയും സംബന്ധിച്ച് മാത്രമല്ല, ഒരുപാട് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തോടുതന്നെ വിയോജിപ്പ് ഉള്ള ജനവിഭാഗങ്ങളിൽ പോലും അതീവ ശ്രദ്ധയും ഗൗരവവും നൽകുന്ന ഒന്നായി സംസ്ഥാന സമ്മേളനം മാറിയിട്ടുണ്ട്. കേരളത്തിലെ ഗണ്യമായ വിഭാഗം ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് CPIM സംസ്ഥാന സമ്മേളനത്തെ നോക്കിക്കാണുന്നത്. ഇത്തവണ സമ്മേളനത്തിൽ പാർട്ടി സംഘടനാ കാര്യങ്ങൾ മാത്രമല്ല, പ്രധാനപ്പെട്ട മറ്റൊരു രേഖ കൂടി ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെ അതെല്ലാം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. നവകേരളത്തിന്റെ രൂപരേഖയാണ് CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു രേഖ. കഴിഞ്ഞ 8-9 കൊല്ലമായി കേരളത്തിന്റെ ചരിത്രത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ സമഗ്രവും സർവതലസ്പർശിയുമായ വികസനം വലിയൊരു കുതിച്ചുചാട്ടമുണ്ടായ കാലമാണ്. വൻകിട പദ്ധതികളും ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവേദ്യമാകുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുമെല്ലാം ഒരേപോലെ ഏറ്റെടുക്കാൻ കഴിഞ്ഞ ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. യോഗത്തിൽ സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കളും പങ്കെടുത്തു. 100 കണക്കിന് പ്രവർത്തകരാണ് ജാഥയെ വരവേൽക്കാൻ എത്തിയത്. ഈ മാസം 6 മുതൽ 9 വരെ കൊല്ലത്ത് വെച്ചാണ് CPM സംസ്ഥാന സമ്മേളനം.